ഇവിടെ ഇട്ടിവ പഞ്ചായത്തിൽ ചടയമംഗലം പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് കടയ്ക്കൽ പഞ്ചായത്തുമായി ചേർന്നു പൊവാമുക്കിൽ നിന്ന് തുടങ്ങി ആനപ്പാറ, കടയ്ക്കൽ പഞ്ചായത്തിൻ്റെ ആനപ്പാറ ജംഗ്ഷനിൽ അവസാനിപ്പിക്കുന്ന ഏതാണ്ട് ഒരു 4.5 കിലോമീറ്ററോളം വരുന്ന റോഡ് PMAY പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 3.5 കോടി നമ്മുടെ പ്രേമചന്ദ്രൻ MP അനുവദിച്ചതാണ്. ഏതാണ്ട് എനിക്ക് തോന്നുന്നു 30 മാസം, ഏതാണ്ട് 2.5 വർഷത്തോളമായി ഈ റോഡ് ഇങ്ങനെ വെട്ടിപ്പൊളിച്ചിട്ടിരിക്കുകയാണ്. വളരെ സഞ്ചാരയോഗ്യമായിരുന്ന റോഡായിരുന്നു. കോൺക്രീറ്റ് പഞ്ചായത്തിൻ്റെ, ഇട്ടിവ പഞ്ചായത്തിൻ്റെ ഫണ്ടിൽ കോൺക്രീറ്റ് ചെയ്ത റോഡായിരുന്നു. ആ റോഡ് ഇന്നത്തെ സ്ഥിതി എന്ന് പറയുന്നത് മനുഷ്യന് നടന്നു പോകാൻ പറ്റാത്ത ഒരവസ്ഥ നിലനിൽക്കുകയാണ്. ചോദിക്കാനും പറയാനും ആരുമില്ലാത്തൊരവസ്ഥ. സാധാരണക്കാരായ കൂടുതൽ കർഷകർ താമസിക്കുന്ന ഒരു പ്രദേശമാണ് ഈ കിഴുതോണി വാർഡിൻ്റെ ഭാഗം. അതുമാത്രമല്ല, നമ്മുടെ അവിടെ പ്രധാനപ്പെട്ട ഒരു അബ്ദുൽ ഖാദർ വൈദ്യരെന്ന് പറയുന്ന കക്ഷി ഏതാണ്ട് 80 സെന്റ് സ്ഥലം തന്ന് അവിടെ ഒരു സ്കൂള്, ഗവൺമെൻറ് സ്കൂൾ അനുവദിച്ചിരുന്നു. അനേകം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളായിരുന്നു. ഇന്ന് ആ കുട്ടികൾക്ക് ആ സ്കൂളിലോട്ട് പോകാനുള്ള യാത്രാ സൗകര്യം പോലും ഇല്ലാത്തൊരവസ്ഥയാക്കി ഈ റോഡ് വെട്ടിപ്പൊളിച്ചിട്ടിരിക്കുകയാണ്. മഴക്കാലമായാൽ ഈ നടന്നു പോകാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഒരു സ്കൂട്ടി പോലും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ആർക്കെങ്കിലും പെട്ടെന്നൊരു രോഗം വന്നാൽ കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് നമ്മുടെ ഈ പവാമുക്ക് തുടങ്ങി പുളിമൂട് അങ്ങനെ വരുന്ന പ്രദേശങ്ങളിലുള്ളത്. ഏതായാലും ഈ റോഡിൻ്റെ പണി വീണ്ടും തുടങ്ങാത്ത ഒരു അനാസ്ഥയായി തന്നെ ഞാൻ കാണുന്നു. ജനങ്ങൾ സമരത്തിലേക്ക് പോകാനുള്ള കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു രീതിയാണ്. ഇവർ പറയുന്നൊരു 3.5 കോടി രൂപ ഫണ്ട് അനുവദിച്ചു എന്നാണ് പറയുന്നത്. ഇതിൻ്റെ റോഡിൻ്റെ പല ഭാഗങ്ങളിലും അവിടെ ഇവിടെയൊക്കെ സൈഡ് കെട്ടിയിട്ടിട്ടല്ലാതെ പിന്നെ പഞ്ചായത്ത് ചെയ്ത കോൺക്രീറ്റ് വെട്ടിപ്പൊളിച്ചിട്ടിരിക്കുകയാണ്. അതാണ് ഏറ്റവും ദയനീയമായ അവസ്ഥ. ഇന്ന് ഒരു കുട്ടികൾക്ക് പോലും ബസ്സിൽ ഇന്ന് രാവിലെ നമ്മുടെ ഈ ലൈവ് തരുന്ന സമയത്ത് തന്നെ ആ സ്കൂളിൽ നിന്ന് കുട്ടികൾ ടൂർ പോകാൻ സമയത്ത് ഏതാണ്ട് 1 കിലോമീറ്ററോളം നടന്ന് ചടയമംഗലം മാത്രമോട് റോഡിൽ നടന്നു വന്നതിന് ശേഷമാണ് അവിടെ നിന്ന് ബസ്സിൽ കയറിപ്പോയത്. ഈ ദയനീയ അവസ്ഥ ആരും കണ്ടില്ല എന്ന് നടിക്കുന്നത് തന്നെ ശരിയല്ല. ഇവർ പറയുന്നത് വീണ്ടും ഫണ്ട് അനുവദിച്ചതാണ്. അങ്ങനെ ഒരു ഫണ്ട് അനുവദിച്ചായിട്ട് ഞങ്ങൾക്കൊന്നും അറിവില്ല. ഇതിൻ്റെ പ്രധാനപ്പെട്ട എംപിക്ക് ഇത് അറിയാവുന്ന കാര്യമാണ്. എംപിയുടെ പാർട്ടിക്കാർക്കും അതുപോലെ കോൺഗ്രസ്സുകാരും ആ വാർഡ് പ്രതികരിക്കുന്ന SDPയുടെ മെമ്പർക്കൊക്കെ ഇത് അറിയാവുന്നു. ഏതായാലും ഇത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഈ അവസ്ഥയ്ക്കെതിരെ സമരങ്ങളുമായി മുന്നോട്ട് പോകാൻ പ്രദേശീയ രാഷ്ട്രീയത്തിന് പുറമെ പ്രദേശവാസികൾ നിശ്ചയിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 3.5 കൊല്ലമായിട്ട് ഈ റോഡ് സഞ്ചാരയോഗ്യമല്ലാതായിട്ട് 3.5 കൊല്ലമായി. ഇത് എന്തുകൊണ്ടാണ് ഇത് നടക്കാൻ പറ്റാത്തത്? ഇത് വാർഡ് മെമ്പറെ പിടിപ്പുകേടാണോ അതോ നമ്മുടെ MPയുടെ പിടിപ്പുകേടാണോ എന്നൊന്നും അറിയത്തില്ല. ഇനി അടുത്ത ഇലക്ഷൻ വരാൻ പോവുകയാണ്. ഈ ഇലക്ഷന്, അതായത് അടുത്ത പഞ്ചായത്ത് ഇലക്ഷന് 10 വോട്ട് പിടിക്കാനുള്ള തന്ത്രമാണോ ഇതെന്നും ഞങ്ങൾക്ക് സംശയമുണ്ട്. എന്ത് തന്നെ ആയാലും ഇത് പൊതുജനങ്ങൾക്ക് സഞ്ചാരയോഗ്യമായിട്ട് കിട്ടണം. ഇതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ ഈ റോഡ് ഒരു 3 വർഷത്തോളമായി നമ്മുടെ പണി ആരംഭിച്ചിട്ട്. അതിന് ചില ഇടയ്ക്ക് നമുക്ക് 1-2 പണികൾ മൂലം ഇതിൽ മുടങ്ങി നിൽക്കുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. ഇടയ്ക്ക് നമ്മൾ റോഡിൽ പാറ പൊട്ടിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമുണ്ടായിരുന്നു. അതിലിവിടുന്ന് പാറ പൊട്ടിച്ചു മാറ്റുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ സ്റ്റേറ്റ് ലെവലിൽ ഇതിൻ്റെ കംപ്ലൈൻറ്റ് പോവുകയും അതിൻ്റെ ഭാഗമായിട്ട് പണി നിർത്തിവെക്കുകയും ചെയ്തായിരുന്നു. അത് ഒരു 6 മാസക്കാലം മുടങ്ങിയപ്പോൾ അത് പണി ഇതിൻ്റെ സുഗമമായി നടക്കേണ്ട സമയത്ത് അത് നാട്ടുകാരിൽ ആ ഒരു കംപ്ലൈൻറ്റ് കൊടുത്തതിൻ്റെ പേരിൽ ഇത് നമുക്കൊരു 6 മാസത്തോളം മുടങ്ങി നിൽക്കുകയും നമ്മുടെ കോൺട്രാക്ടർമാർക്ക് ഭീമമായ നഷ്ടം അവർക്ക് സംഭവിച്ചു എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതിന് ശേഷം അവർ സ്റ്റേറ്റ് ലെവലിൽ നിന്നും അവർക്ക് PMGCയിൽ നിന്നും അവർക്ക് പണി തുടങ്ങാൻ നിർദ്ദേശം കിട്ടുകയും കാലാവസ്ഥ പ്രശ്നം മൂലം കുറച്ച് നാളുകൾ നമുക്ക് പണി മുടങ്ങിക്കിടന്നു. അതിനുശേഷം ഇത് തുടങ്ങിയപ്പോൾ അവർക്ക് നഷ്ടം മൂലം ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്നുള്ളൊരു സാഹചര്യം വന്ന് അവരിതിന് എമൗണ്ട് കൂട്ടി വേണമെന്ന് പറഞ്ഞുകൊണ്ട് കത്ത് കൊടുക്കുകയും എന്നാൽ ആ കത്ത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് PMGC ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞു. അതിൻ്റെ പേരിൽ ഇവർ കോൺട്രാക്റ്റ് വിടുന്നു എന്നുള്ള നിലയിൽ വന്നു. ഇവരിപ്പം കോൺട്രാക്ടറെ ടെർമിനേറ്റ് ചെയ്തിട്ട് പുതിയ ഒരു നമ്മളെ റീടെൻഡറിലേക്ക് പോകുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതിൻ്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് ഒരു 2 മാസത്തിനുള്ളിൽ റീടെൻഡർ നടപടികളിലേക്ക് പോയി റീടെൻഡർ ആകുമെന്നാണ്
അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. 2 മാസത്തിനുള്ളിൽ പണി ആരംഭിക്കാൻ കഴിയും എന്നുള്ള വിവരമാണ് നമുക്ക് PMGSI ഡിപ്പാർട്ട്മെൻറ്റ് AEയുടെ ഭാഗത്ത് നിന്നൊക്കെ നമുക്ക്. ഇതുമായിട്ട് ഈ റോഡിൻ്റെ പണി അനന്തമായി നീളുന്നതുമായിട്ട് ബന്ധപ്പെട്ട്, ഇതിൻ്റെ ശോച്യാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇതിൻ്റെ പണി മുടങ്ങി നിന്ന സമയത്ത് നമ്മൾ MBയെ സമീപിച്ചു. MB അതിൽ ഇടപെട്ടുകൊണ്ട് ഇവരുടെ മീറ്റിംഗ് വിളിച്ച് PMGSI വർക്കെടുത്തേക്കുന്ന കോൺട്രാക്ടർമാരെല്ലാം വിളിച്ച് പണി സ്പീഡാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകാമെന്നുള്ള ഉറപ്പ് തരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ നിലയിലാണ് ഇനി നമ്മൾ 2 മാസത്തിനുള്ളിൽ പണി തുടങ്ങുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നമ്മളുള്ളത്. ഏതാണ്ട് ഇട്ടിവ പഞ്ചായത്തിലെ വളരെ പഴക്കം ചെന്ന ഒരു റോഡാണ് ഈ കീഴ്തോണി ഗവൺമെൻറ് LPSന് മുന്നിലൂടെയുള്ള റോഡ്, ആനപ്പാറയിൽ നിന്നും വരുന്നത്. ഇപ്പോൾ പല ജനപ്രതിനിധികളുടെ കാലഘട്ടത്തിൽ പലരുടെയും ഗ്രാമപഞ്ചായത്തിൻ്റെയും ഒക്കെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ഒക്കെ മെമ്പർമാരുടെയൊക്കെ പിന്തുണയിലും നാട്ടുകാരുടെ ഒക്കെ പിന്തുണയിലാണ് ഇന്ന് ഈ റോഡ് ഈ കാണുന്ന രീതിയിൽ ഒരു ബന്ധിപ്പിക്കപ്പെടുകയും അതിൻ്റെ ഭാഗമായി ഇവിടെയുള്ള ജനങ്ങൾക്ക് വളരെ സൗകര്യപ്രദമായ ഒരു റോഡായിരുന്നു. അതിൽ ഈ പ്രധാനമന്ത്രി ഗ്രാമീൺ സഡക്ക് യോജനയുടെ ഭാഗമായി ബഹുമാനപ്പെട്ട MP NK പ്രേമചന്ദ്രൻ്റെയും ഒക്കെ ശ്രമഫലമായും നമ്മുടെ ജനപ്രതിനിധികളുടെയും വാർഡ് മെമ്പറുടെയും ഒക്കെ കൂട്ടായ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ റോഡിൻ്റെ പണികൾ ആരംഭിക്കുകയും വളരെ പ്രതീക്ഷയോടുകൂടി നമ്മൾ ഈ നാട്ടുകാർ ഇതിനെ കാണുകയും ചെയ്തിരുന്നു. കാരണം ഇത്ര പഴക്കമുള്ള ഒരു റോഡ് ഇന്നും വളരെ ശോചനീയമായൊരവസ്ഥയിൽ കിടക്കുന്നത് ഒരു സങ്കടകരമായ കാര്യമാണ്. നമ്മുടെ നാട്ടിലേക്ക് പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് പോലും ഇതിൻ്റെ ഒരു അവസ്ഥ പലപ്പോഴും സങ്കടകരമായി തോന്നാറുണ്ട്. മാത്രമല്ല, ഈ പ്രദേശത്തെ ഏറ്റവും മികവുറ്റ ഒരു വിദ്യാലയമാണ് ഗവൺമെൻറ് LPS കീഴ്തോണി എന്ന് പറയുന്നത്. അതും വളരെയധികം പാരമ്പര്യം അവകാശപ്പെടാനുള്ള ഒരു വിദ്യാലയമാണ്. നിരവധി വിദ്യാർത്ഥികൾ ഇന്നും പഠിക്കുന്ന ഒരു സ്ഥാപനമാണ്. ആ സ്കൂളിലേക്ക് വരുന്ന കുട്ടികൾക്കും രക്ഷകർത്താക്കൾക്കും കുട്ടികളെ കൊണ്ടുവരുന്ന വാഹനത്തിനും ഒക്കെ ഇപ്പോൾ വലിയ പ്രയാസത്തിലാണ് പോകാൻ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ റോഡ് പണി പകുതിയിൽ വെച്ച് മുടങ്ങി. കരാറുകാരൻ്റെ മറ്റു പലവിധ പ്രശ്നങ്ങൾ പറയപ്പെടുന്നുണ്ട്. എങ്കിലും ഈ പ്രശ്നങ്ങളെ എത്രയും പെട്ടെന്ന് പരിഹരിച്ച് ഈ റോഡ് ഗതാഗത യോഗ്യമാക്കി കിട്ടുക എന്നുള്ളത് നാട്ടുകാരുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. കാരണം ഒരു ഓട്ടോറിക്ഷ വിളിച്ചാൽ പോലും ഇപ്പോൾ കീഴ്തോണിയിലേക്ക് വരാൻ ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥയുണ്ട്. 2 താഴെ പുളിമൂട് ഭാഗത്തേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ വാഹനം പോലും ബൈക്ക് പോലും പോകാൻ പ്രയാസത്തിലാണുള്ളത്. ഇപ്പോൾ ഒരാൾക്ക് പെട്ടെന്നൊരു അസുഖം വന്നാൽ അവരെ നമ്മൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ എടുത്തുകൊണ്ട് വരേണ്ടുന്ന ഒരു ഗതികേടിലേക്ക് ഈ റോഡിൻ്റെ പ്രയാസം കാരണം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് അത് മാറ്റിയെടുക്കുക എന്നുള്ളത് ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെ ഭാഗത്തുള്ള എന്ത് പിന്തുണയാണ് വേണമെങ്കിൽ അതും ഒക്കെ ചേർന്നുകൊണ്ട് MPയുടെയും മറ്റ് ഭരണകൂടത്തിൻ്റെയും ഒക്കെ ശ്രദ്ധയിൽപ്പെടുത്തി ഇത് കൊണ്ടുവരിക എന്നുള്ളത് ഏറ്റവും അനിവാര്യമാണ്. നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്ക് ഒരു ടൂറിന് പോകുമ്പോൾ ഇന്ന് സ്കൂൾ കുട്ടികളുടെ ടൂറ് പോവുകയാണ്. അപ്പോൾ അവരെ കുട്ടികളെ രക്ഷകർത്താക്കൾ നടത്തിയോ അല്ലെങ്കിൽ വണ്ടിയിലോ ആനപ്പാറ കൊണ്ടുപോയി അവിടെ നിന്നും കയറ്റിവിടേണ്ട അവസ്ഥയാണ് വരുന്നത്. ചെറിയ കുട്ടികളാണ്, LP സ്കൂളാണ്. അപ്പോൾ അത്രയ്ക്ക് നമ്മുടെ ഒരു ബുദ്ധിമുട്ടിലാണ് ഇപ്പോൾ ഈ പ്രദേശവും ഈ പ്രദേശത്തെ റോഡും ഉള്ളത്. അത് പരിഹരിക്കാനുള്ള നടപടികൾ ഉടനടി ഉണ്ടാകണമെന്ന് തന്നെയാണ് നമ്മുടെ ആവശ്യവും, നാട്ടുകാരുടെ മുഴുവൻ ആവശ്യവും അതുതന്നെയാണ്. കാരണം ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയതോടുകൂടി റോഡിൻ്റെ ബാക്കി മെയിൻ്റനൻസ് ചെയ്ത് തൽക്കാലമെങ്കിലും പോകുക എന്നുള്ള സംഗതിയും അവസാനിച്ചിരിക്കുകയാണ്. കാരണം ഈ പദ്ധതി അകപ്പെട്ടോടെ അതിനകത്ത് റോഡ് നല്ല ഒരു സെറ്റപ്പായി വരേണ്ടുന്നതാണ്. പക്ഷേ എന്തൊക്കെയോ കാലതാമസങ്ങൾ കൊണ്ട് അത് അങ്ങനെ ആയിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഈ കാലതാമസങ്ങൾ മാറ്റി റോഡിനെ ഗതാഗത യോഗ്യമാക്കി നമ്മുടെ നാട്ടുകാർക്ക് വളരെ സുഖകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് മാറണം എന്ന് തന്നെയാണ് നമ്മുടെ ആവശ്യവും ആഗ്രഹവും.